ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഓജ ബോർഡ് കളിക്കാൻ പോവാണ് ഗൈസ്. അതേ ഗൈസ്, നമ്മൾ സീരിയസ് ആയിട്ട് ഓജ ബോർഡ് കളിക്കാൻ പോവാണ്. ദക്ഷും ശ്രീകുട്ടിയും ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓജ ബോർഡൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇന്നലെ ഒരു 9 മണി 9:30 ആ ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയായി. കാരണം രാത്രി കളിച്ചു എന്ന് വെച്ചാൽ ഉറങ്ങില്ല. കാരണം ഇപ്പോൾ ഒരു 8 മണി ആ ടൈമൊക്കെ ആയിട്ടില്ല. അത് കാരണം ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഓജ ബോർഡ് കളിക്കാമെന്ന്. സോ നമ്മൾ കാര്യങ്ങളും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇനി സെറ്റ് ചെയ്യണം. എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ദക്ഷും ഉണ്ട്. ദക്ഷും ശ്രീകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ബാക്കിലുണ്ടെന്ന് നോക്കിയാണേ. ഞാൻ വിചാരിച്ചു അവർ റാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി കളിക്കുന്നതാണ്. സോ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോറി ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഇന്ന് നമ്മൾ ഓജ ബോർഡ് കളിക്കുന്നത്. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, വരുമോ? ഓക്കെ. അതെ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ പ്രാങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയും ദക്ഷിത് അവിടെ ഇരിക്കണ്ടായിരുന്നു. സോ മഞ്ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇത് ഓജ ബോർഡിന് വേണ്ടി റെഡി ആയിരിക്കുമായിരുന്നു. എല്ലാവരും നല്ല എക്സൈറ്റഡിലായിരുന്നു. അങ്ങനെ നമ്മൾ ദക്ഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രേതമൊക്കെ വരും, ശരിക്കും വരും, പക്ഷേ നമ്മളോട് സംസാരിക്കും. അതായത് ഈ കോയിൻ വെക്കുമല്ലോ, കോയിൻ വെച്ച ആളോട് സംസാരിക്കും. അത് ആർക്കും കേൾക്കാൻ പറ്റില്ല, പക്ഷെ പ്രേതം എന്തായാലും വരും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദക്ഷ താഴെ പോയി കോയിനൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഓജ ബോർഡ് കളിക്കാൻ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദക്ഷ് വരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആൾക്ക് കുറച്ച് പേടിയുണ്ട്, മോൻ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ ദക്ഷ്? ശ്രീകുട്ടിക്കോ പേടിയുണ്ടോ? അവൾക്കില്ലാന്നൊക്കെ പറയുന്നത്. കളി കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മളിതെല്ലാം എഴുതി സെറ്റാക്കി കോയിനും കൂടി വെച്ച് അതിൻ്റെ ചുറ്റും റൗണ്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡേ, മന്ത്, വീക്ക്, ഇയറൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തിനാന്ന് വെച്ചാൽ പ്രേതം, അതായത് മരിച്ചു പോയ ആൾ എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര ഡേ ആയി അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് തുടങ്ങല്ലേ ഗൈസ്? എല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലാണ്. സോ നമുക്ക് ഇനി കളി തുടങ്ങാം. ഓക്കെ. നമ്മൾ ഓജ ബോർഡ് കളിക്കാൻ പോവാണ് ഗൈസ്. ഒരു തട്ടിക്കൂട്ട് ഓജ ബോർഡ് ആയതുകൊണ്ട് നമ്മൾ മെഴുകുതിരിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം മെഴുകുതിരി ഇല്ല. അങ്ങനെ ഇത് മഞ്ചേച്ചി വന്ന് ദക്ഷിണും ശ്രീകുട്ടിക്കും എല്ലാം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മഞ്ചേച്ചി പറയുന്ന എല്ലാം പൊട്ടത്തെറ്റാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, ബട്ട് അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ എന്ത് കേട്ടാലും വിശ്വസിച്ചോളൂ, അത് കാരണം കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ കാണുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാം. What is your name? 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 S ആണോ? Yes, Suresh. S അല്ല, ജി. 84 part